തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളിയ ആശുപത്രി മാലിന്യങ്ങൾ തിരിച്ചെടുത്ത് കേരളം. ഹരിത ട്രിബ്യൂണൽ നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് കേരളത്തിന്റെ തിരക്കിട്ട ഇടപെടലുണ്ടായത്. മാലിന്യം തള്ളിയ സംഭവത്തിൽ രണ്ടുപേരെ കൂടി തമിഴ്നാട് പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തു. 24 ഇമ്പാക്ട്. കല്ലൂർ, പളവൂർ, കൊണ്ടാനഗരം പഞ്ചായത്തുകളിലാണ് ഒരു മാസത്തിനിടയിൽ 11 മാലിന്യ കൂമ്പാരമുണ്ടായത്. മാലിന്യം സ്വന്തം നിലയിൽ കേരളം മാറ്റണമെന്നായിരുന്നു ഹരിത ട്രിബ്യൂണൽ ഉത്തരവ്. ട്രിബ്യൂണൽ നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഇന്ന് കേരളത്തിന്റെ ആക്ഷൻ പ്ലാൻ. തമിഴ്നാട് സർക്കാരിന്റെ സഹായത്തോടെ മാലിന്യം നീക്കാൻ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പുലർച്ചെ തന്നെ തിരുനെൽവേലിയിലെത്തി. 3 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും, കോർപ്പറേഷനിൽ നിന്നും, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും, ക്ലീൻ കേരള കമ്പനിയിൽ നിന്നും ഓഫീസേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനായിട്ടാണ് മാഡം കൂടിയുള്ളത്. ഇവിടുന്ന് തമിഴ്നാട് ടീമുമായിട്ട് ജോയിൻ ചെയ്ത് ഞങ്ങൾ ഓരോ ലൊക്കേഷൻസിലേക്കും ഇവിടെ നിന്നും വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ലൊക്കേഷൻ ഉണ്ട് സാർ, നമുക്ക് 6 ലൊക്കേഷൻ ഇവിടെ നിന്നെടുത്ത് തരംതിരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസ്കരണം അത് കഴിഞ്ഞതിന് ശേഷം വരും. കേരളത്തിൽ നിന്നുള്ള 70 അംഗ ഉദ്യോഗസ്ഥ സംഘം 16 ലോറികളുമായി എത്തിയാണ് മാലിന്യം നീക്കം ചെയ്തത്. മണ്ണുവാരി യന്ത്രം ഉപയോഗിച്ച് മാലിന്യം ലോറിയിലേക്ക് മാറ്റി. വലിയ ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയാണ് മാലിന്യം കൊണ്ടുപോയത്. അസിസ്റ്റന്റ് കളക്ടർ സാക്ഷി മോഹൻ മാലിന്യ നീക്കത്തിന് മേൽനോട്ടം വഹിച്ചു. തമിഴ്നാട്ടിലെ ആരോഗ്യ, പഞ്ചായത്ത്, മലിനീകരണ നിയന്ത്രണ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. കേരളത്തിലെത്തിക്കുന്ന മാലിന്യങ്ങളിൽ ബയോവേസ്റ്റ് സ്കെയിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ക്ലീൻ കേരളയും സംസ്കരിക്കും. ரொம்ப சந்தோஷமாக தான் இருக்குது. இது இனிமேல் தொடராமல் இருந்தால் நல்லாயிருக்கும். இந்த பிரச்சனை இதே மாதிரி தொடராமல் இருந்தால் நல்லாயிருக்கும். விளைய வச்சு வாழைக்காய், காய்கறி எல்லாம் நாங்கள் உங்களுக்கு கொடுக்குறோம். நீங்கள் எங்களுக்கு இந்த மாதிரி குப்பைகளை நீங்கள் கொடுக்காம இருந்தால் உங்களுக்கு தரமானது எல்லாம் வந்துக்கிட்டே இருக்கும். മാലിന്യം നീക്കം ചെയ്തത് ചീഫ് സെക്രട്ടറി ഹരിത ട്രിബ്യൂണലിനെയും അറിയിക്കും. അതിനിടെ സംഭവത്തിൽ 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വലിച്ചെറിയുന്ന മാലിന്യങ്ങളുമായി കേരളത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ലോറികൾ അവസാനത്തെ കാഴ്ചയാകട്ടെ. അതല്ലെങ്കിൽ അയൽ സംസ്ഥാനക്കാരന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട ഗതികേട് മലയാളക്കിനിയും ഉണ്ടാകും. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കും രാജേഷ് സിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുനെൽവേലി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വിവരം, തിരുനെൽവേലിയിലെ മാലിന്യ നീക്കം നാളെയും തുടരുമെന്നുള്ളതാണ്. 2 ഇടങ്ങളിലെ മാലിന്യം ഇനിയും നീക്കാനുണ്ട്. രാത്രി ആയതുകൊണ്ട് ഇന്നത്തേക്ക് ദൗത്യം അവസാനിപ്പിച്ചു. നാളെ രാവിലെ മാലിന്യ നീക്കം ആരംഭിക്കും എന്നാണ് ഷഫീദ് റാവുത്തർ ഇപ്പോൾ അറിയിക്കുന്നത്. ഷഫീദ്, അപ്പോൾ നാളെ കൂടി വേണമല്ലേ പൂർണ്ണമായി നീക്കാൻ? ഉന്മേഷം, നാളെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരും എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തിരുനെൽവേലിയിൽ നിലയുറപ്പിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം 3 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 11ഓളം മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏതാണ്ട് പകുതിയിലധികം ഉച്ചയോടുകൂടി പൂർത്തിയാക്കി. അതിനുശേഷം ലോറിയുടെ ഒരു അഭാവം നേരിട്ടിരുന്നു. അങ്ങനെയാണ് തിരുനെൽവേലി തമിഴ്നാട് സർക്കാരുമായി കേരള സർക്കാർ ബന്ധപ്പെട്ടത്. ഒടുവിൽ തിരുനെൽവേലി ജില്ലാ കളക്ടർ ഇടപെട്ടുകൊണ്ടാണ് ലോറികൾ അനുവദിച്ചത്. പക്ഷെ അതിനുശേഷവും ഇപ്പോൾ ഈ കൂട്ടിയിട്ടിരിക്കുന്നത്, അതായത് മറ്റ് സ്ഥലങ്ങളിലടക്കം ചേർത്ത് വെച്ചിരിക്കുന്ന മാലിന്യം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സമയ തടസ്സം അതിന്റെ അക്കാര്യത്തിൽ ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ രാത്രിയായതിനാൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ. 4 ലോഡ് മാലിന്യം കൂടി നീക്കം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കണക്ക് കൂട്ടുന്ന കാര്യം. അതുകൊണ്ട് നാളെ രാവിലെ ദൗത്യം തുടരും. നാളെ 11 മണിക്ക് മുൻപ് ഈ കൊണ്ടാനഗരം, പളവൂർ എന്നിവിടങ്ങളിൽ പൂർത്തിയാകാനുള്ള കാര്യങ്ങൾ അതുകൂടി കേരളത്തിലേക്ക് എത്തിക്കും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.